പപ്പായ വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഓമക്കായ, പപ്പായ, കർമൂസ്കായ എന്നൊക്കെ അറിയപ്പെടും. പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മാങ്ങെല്ലാം മുറിച്ചെടുക്കണം അതേ പരുവത്തിന് തന്നെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്, ചെറിയ പീസാക്കിയിട്ട്. പിന്നെ ചെറുനാരങ്ങ വളരെ നൈസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ട് കൊടുക്കാം. ഒത്തിരി വെളുത്തുള്ളി ഇഞ്ചിയുടെ ആവശ്യമില്ല, കുറച്ച് മതിയാകും. മാങ്ങയിലാണെങ്കിൽ നമ്മൾ ഒത്തിരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കും, ഇതിൽ അത്ര അധികം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, വളരെ കുറച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളകിൻ്റെ കുരു ക്രഷ് ചെയ്തതാണിത്, ഉണക്കമുളകിൻ്റെ കുരുവാണ്, അത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മുളക് പൊടിയുടെ ഒരു കുറവുണ്ട്, അതുകൊണ്ട് 1 ടേബിൾ സ്പൂണും കൂടി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ, പകരമായിട്ടാണ് ഞാൻ ചെറുനാരങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പപ്പായയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല നൈസാക്കിയിട്ട് തന്നെയാണ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കണം, ഒത്തിരി വേവിച്ച് കളയരുത്. ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങോട്ട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതിനെ ചെറുതീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട്. ഒത്തിരി വേവൊന്നുമില്ല, പപ്പായയ്ക്ക് വളരെ കുറച്ച് വേവന്നെ ഉള്ളൂ. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അടഞ്ഞിരിക്കുമ്പോഴത്തേന് വെന്ത് റെഡിയായി വരും. അപ്പോൾ ഇത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോവാതെ നോക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്, കഷ്ണമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം ഉപ്പിൻ്റെ കുറവുണ്ടോ നോക്കിയിട്ട് ഉപ്പും പുളിയുടെ കുറവുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഉണക്കമുളകിൻ്റെ കുരു ക്രഷ് ചെയ്തത് അച്ചാറിലെല്ലാം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഞാൻ ഏത് അച്ചാറുണ്ടാക്കുമ്പോഴും അതിൽ മുളകിൻ്റെ കുരു ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ അത് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കേണ്ടത്, ഒത്തിരി അങ്ങോട്ട് കറി പോലെ ആക്കിയിട്ട് എടുക്കരുത്. ഈ പാത്രത്തിലേക്ക് വിളമ്പിയെടുക്കാം. ഒരു 2 ദിവസമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ബോട്ടിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് നല്ല റെഡിയായി കിട്ടും. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം.